കാണിച്ചു കൊടുത്ത കൂട്ടുകാർക്ക് വീട്ടിൽ പോയി തന്നാട്ടാ അതിൽ കുറുമ്പാട്ട് എന്താണ് അവിടെ കഴിച്ചു എന്ത് മുട്ടായി തിന്നേ കൂട്ടുകാരെ അസ്സലാമു അലൈക്കും അല്ലേ ഇന്ന് എൻ്റർ എടുക്കുമ്പോൾ നമ്മളെ നെച്ചിക്കുട്ടനുണ്ട് നെച്ചിക്കുട്ടൻ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യണേ. അപ്പം ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ ഞാനും നെച്ചിക്കുട്ടൻ ചായ എടുക്കണം. എന്താ നമ്മ കടി ഉണ്ടാക്കി തന്നെ കൊക്കട്ടല്ല പൂവട അട ഉണ്ടാക്കി കൊടുത്ത ഫിലുവിൻ്റെ അടുത്തുണ്ട്. ഫിലുവിനെ കാണിക്കാൻ പറ്റൂല അതുകൊണ്ടാട്ടോ പൊരിച്ചാടി ഇക്ക പോകുമ്പോഴത്തേന് അർജൻറ്റ് ഇട്ടിരിക്കുന്ന അട പുഴുങ്ങ ആവിക്ക് വേവിച്ചാൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം ഞാൻ ഭൂരി പൊരിച്ചപ്പോൾ ഇക്കാക്ക് 4 അട അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ പൊരിച്ച് കണ്ട്. അപ്പം കാരണം ടേസ്റ്റ് ഉണ്ട്. പക്ഷേ തേങ്ങ ഒന്ന് വിളിച്ചണം ഒന്നിങ്ങനെ വാട്ടിയെടുക്കേണ്ടി വരും എന്നാലേ പൊരിച്ചുമ്പോൾ ടേസ്റ്റ് ഉള്ളത്. പുഴുങ്ങിയാൽ ആവിക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് സൺഡേ ആണ് അല്ലേ. അപ്പം നമുക്കിന്ന് സ്കൂളൊന്നും ഇല്ല എല്ലാവർക്കും. എനിക്ക് സ്കൂളുണ്ട്. ഇത്ര കളിക്കുന്ന സ്കൂളാക്കാരം. ഇവിടെ സ്കൂൾ കളി കളിച്ചു. സ്കൂളില്ലെങ്കിൽ ബാഗും ഇതൊക്കെ എടുത്തുക്കാണ്ട് ആ കളി കേട്ടോ. പിന്നെ ഇപ്പം എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഞാൻ അധികം അങ്ങ് സംസാരിക്കുന്നില്ല. നാവ് ഇവിടെ പല്ലുണ്ട് കൂട്ടത്തെ പല്ല് അത് പൊട്ടിപ്പോന്ന് പണ്ട് സ്കൂൾ പഠിച്ച ഇവിടെ ഉണ്ട്. പണ്ട് കോളേജിന് കഴിഞ്ഞ സമയത്തൊക്കെ പല്ലുവേദന വരുമ്പോൾ വീട്ടിലല്ലല്ലോ വേദന എങ്ങനെയാണ് നട്ടപ്പാതിരൊക്കെ തണുപ്പ് കൊണ്ടൊക്കെ പല്ലുവേദന വരിക. അപ്പം എങ്ങനെയാലും മാറി കിട്ടിയാൽ മതി. ഏതെങ്കിലും വിക്സൊക്കെ വാരി തേക്കും കേട്ടോ. അപ്പം ഞാനും പല്ലുവേദന എടുക്കും വിക്സ് വാരി തേക്കല്ലേ. അങ്ങനെ വാരി തേച്ച് വിക്സ് തേച്ച് കഴിഞ്ഞാൽ പല്ല് പൊട്ടി പോരുക ദ്രവിച്ച് പോരുക ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ പല്ല് ഇവിടുത്തെ പൊട്ടിപ്പോരുന്ന കേട്ടോ. അപ്പോൾ പൊട്ടിന് ശേഷം ആ പൊട്ടിൻ്റെ അട ഒരു കൂർപ്പായി. അത് നാമ ഇങ്ങനെ തട്ടിയിട്ടില്ല. നല്ല പെയിനാണ്. നല്ല പെയിനാണ്. നല്ല വേദനയാണ്. അപ്പോൾ സംസാരിക്കാൻ അധികം കഴിയുന്നില്ല കേട്ടോ. യൂക്കാലിപ്സ് വെച്ചാൽ മതി എന്നോളും പറയുന്നു. പല്ലുവേദന അല്ല പൊന്നോ പല്ലുവേദനയല്ല. ഫില്ലോടെ ചായ എടുക്കുന്നു. ഇതാണേ പല്ല് നാമ തട്ടിയിട്ടില്ല വേദന അല്ല പല്ലുവേദനയൊന്നുമില്ല. പിന്നെ എന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ. ചായ ഫില് കാക്ക കുറച്ച് ചായ എടുത്താ കൊടുക്കണം. നമ്മളിക്കാക്ക അമ്മയുടെ കുട്ടി ഇതെല്ലാം കുടിച്ചു. ചെമ്പട്ടിയോർക്കാ കുടിച്ചു. ഫിലു കൊടുത്തില്ല. ഇല്ല അതല്ല ചായ ഇതാ രണ്ടാമത്തായിട്ട് ഉണ്ടാക്കിയാ നേരം വിളിച്ചിട്ട്. ഞാൻ ചായ അടിച്ചിട്ടില്ല. അപ്പം അതുപോലെ കുടിച്ച് നടക്കുന്ന. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ. ഞാൻ ഫിലുവിന് മുടിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഫിലുവിന് ചെറിയരിക്കഞ്ഞി അടുപ്പത്ത് തിരുപ്പതി ആയില്ലേ പച്ചി ഇറങ്ങാണ്ട് നമ്മൾ ചെറിയരിക്കഞ്ഞി അടുപ്പത്ത് വെച്ച് സ്കൂളില്ലാത്ത ദിവസം ഞാൻ രണ്ടാക്കും കഞ്ഞി കൊടുക്കും. ഒരു 11:30 ആകുമ്പോൾ കഞ്ഞി കൊടുക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ആകുമ്പോൾ ചോറ് കൊടുക്കുള്ളൂ കേട്ടോ. കാരണം കഞ്ഞി ഇപ്പോഴാണ് അടുപ്പത്തിട്ട്. ഇപ്പോഴാണ് എൻ്റെ ചായയോട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ കേസ്. സ്കൂളില്ലെങ്കിൽ ഇല്ല അവസ്ഥ ഇതാണ്. ഞാൻ ചായ കുടിക്കാൻ അങ്ങനെ ലേറ്റായി പോകും. അപ്പം ഞാൻ ചായ അടിച്ച് വരുന്നതേനു. അപ്പോൾ 2 ആളും വന്ന് എൻ്റെ ചായ എല്ലാം തീർത്തു. ഒരു വക തീർത്തു. അതിൽ ഞാൻ രണ്ടാമത്തെ ചായ വെക്കാൻ നിന്നു. അപ്പോൾ ഒന്ന് കഞ്ഞി തീമുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം രണ്ടാമത്തെ വെച്ച ചായ 2 ആളും അങ്ങ് തീർത്തു. പാവം ഞാൻ കണ്ടോ അട എടുത്ത് വെച്ചത് അച്ഛ തിന്നാലേ അത് 2 ആളും തീർത്തു. എന്താ ചെയ്യുക. ഓരോ വകയൊക്കെ ഓല ആദ്യം തിന്നു പോയി. പിന്നെ എൻ്റെ കാര്യം കൂടി ഓൾക്ക് തിന്നണം. അതുപോലെ തന്നെ ചോറായിട്ടുണ്ട്, മീൻകറി ആയിട്ടുണ്ട്, മീൻ പൊരിച്ചതുണ്ട്. മീൻ പൊരിച്ചത് ഞാൻ 4 പൊരിച്ചിട്ടുണ്ട്. എന്തായാലും 3 കൊടുത്തയച്ചു 1 വെച്ച് കുട്ടികൾക്ക്. കാരണം എന്താ പറയുക ഒത്താണി പൊരിച്ചാൽ ഞാൻ തിന്നും. എനിക്ക് വേണ്ട പൊരിച്ചത് എനിക്ക് പറ്റൂലല്ലോ. അപ്പോൾ 1 ഞാൻ ഇവിടെ വെച്ചോളൂ കേട്ടോ. എന്താ വേണ്ടേ. പിന്നെ വേറെന്തൊക്കെ വിഷയം. സ്കൂളിൽ ഇന്നലെ എങ്ങനെ മുറിയായതൊന്ന് കാണിച്ചു കൊടുത്ത കൂട്ടുകാർക്ക്. ഇന്നലെ പറഞ്ഞത് കഴിഞ്ഞിട്ട് അലമാരമ്മ ആൾത്താത്ത അവനെ പിടിച്ചായിരുന്നപ്പോൾ അമ്മ പിടിച്ചില്ല. അത്ര അമ്മ എന്തോ എടുക്കുന്ന അലമാരി കേട്ടോ. ഞാൻ ഇന്നലെ 2 വെല്ലും മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ട് ചെട്ടി കൊടുത്ത് ഇന്നലെ നല്ല ചോര വന്നിട്ടുണ്ടായിരുന്നു. പേടിച്ചല്ലേ സാരല്ല.
മാറിക്കോളും. ഇനിയിപ്പോൾ കഞ്ഞിയൊക്കെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. കഞ്ഞിയൊക്കെ ആവട്ടെ കേട്ടോ. രാവിലത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ. എല്ലാവരും ചായ കുടിച്ച് പോയി. പഴയ ഫോണിൽ ചാർജ് കയറണം. അവിടെ ഉണ്ട് ചാർജില്ല. എങ്ങനെ ഗെയിം കളിച്ചാ ഓണാവാതെ ഈ റൂമിലുണ്ട്. പൊട്ടനാണ്. നെറ്റില്ല എന്നല്ല പറയുന്നത്, ചാർജ് ഇല്ല എന്നല്ല. അത് തിരിച്ചറിയണ്ടോ എനിക്ക്. അവിടെ അല്ലേ ആ മേശമേ? അന്ന് എനിക്കറിയില്ല. അവിടെ നോക്കി നോക്ക്. നമ്മളിന്ന് ഉണ്ടാക്കിയ അടയാണ് ഇട്ടത്. ഞാനെന്താ അട ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്ന കേട്ടോ. നല്ല ടേസ്റ്റ് ആ അളക്കണ്ട കൈ കേട്ടാ. അപ്പൊ മക്കളെല്ലാരും ചായ കുടിച്ചു, ഞാനും ചായ കുടിച്ചോണ്ടിരിക്കുന്ന അടുത്ത ദിവസം കാക്ക് തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വിളിക്കുന്ന കേട്ടോ. അവിടെ നിങ്ങൾ പൊട്ടിപ്പോന്നില്ല, അത് തേച്ചതാ. ഇത് കഴിക്കട്ടെ. അമ്മ ചായ കുടിച്ചിട്ടില്ല. 11 മണിയായി. ഓക്കെ, ആ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ രാവിലെ തന്നെ മാറ്റി വെച്ചാണ് കേട്ടോ തിരുമ്പാൻ. ബെഡ്ഷീറ്റ് പിന്നെ ഇപ്പോൾ എടുത്ത് മാറ്റിയതാണ്. തലക്കിണി കവറൊക്കെ മിച്ചക്കൂട്ടം എന്താ ഇവിടെ കളിക്കുന്ന കേട്ടോ ഗേസ്. അടുക്കളൊക്കെ നേരാക്കാൻ ഇതൊക്കെ തിരുമ്പാനാണ്. അപ്പോൾ ആദ്യം ബെഡ്ഷീറ്റ് അങ്ങ് തിരുമ്പിടട്ടെ നിർത്തിയിട്ടാട്ടോ വാഷിംഗ് മെഷീനിൽ. കുറേ കഴിയുമ്പോൾ ഇടക്കിടക്ക് തിരുമ്പിട്ടില്ലെങ്കിൽ ഒരു സ്മെല്ലാക്കാരം. പൊടി ഇടട്ടെ കേട്ടോ. ഇതിൽ പൊടി ഇട്ടോ. ഞാൻ ആദ്യം അങ്ങ് പൊടി ഇടുന്ന കേട്ടോ. ഇതിൻ്റെ ഓർഡർ എങ്ങനെയെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഓണാക്കുക. അതിന് ശേഷം നമ്മൾ ഓണാക്കുന്ന വണ്ണമ്മ നിർത്തുക. അതിനുശേഷം അവിടെ P1 കാണിക്കും. P1 എന്ന് പറയുന്നത് അവിടെ പ്രോഗ്രാം സെറ്റ് ചെയ്യാനാട്ടോ. P1 പറഞ്ഞാൽ ഡയലി, P2 ഡയലി ഒന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. P2 ഹെവി ഉള്ളത്, പിന്നെ വൈറ്റ്സ്, അതുപോലെ എന്താ സാറ്റിൻ വാഷ്, അങ്ങനെ ഓരോന്നിനും ഓരോ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ബെഡ്ഷീറ്റ്, റിൻസ്, ഡ്രൈ വാഷ്. നമ്മളൊന്നുമില്ല കറക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ 3 കൂടി നെക്കി കൊടുക്കും. 1, 3 ഞാൻ നക്കല്ല കേട്ടോ. ശേഷം ഒരു ഓട്ടോമാറ്റിക്കലി ഓർഡർ ചെയ്യുന്ന എന്തൊക്കെ വേണ്ടെന്നില്ലൊക്കെ കണ്ടെടുക്കുന്നുണ്ട്. അത് നക്കണ്ട. ഷോക്കടിച്ചു. അത് വാഷിംഗ് മെഷീൻ കളിക്കാൻ ഞങ്ങൾ പോലെ ഏറ്റോളും. കറങ്ങലടങ്ങിയല്ല കേട്ടോ. എത്ര സമയം വേണ്ടി വരും ഓല് പറയും. അതാ മീന് സെറ്റ് ചെയ്തിരിക്കണം. 32 കേട്ടോ ഇവിടെ കാണിച്ചത്. നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നും മത്തിയാണ്. അപ്പം ഞാൻ കഴിക്കുന്ന അയിലാക്കാം. ഇതൊക്കെ വാടി ഇതിന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കുട്ടികളെ നമ്മൾ നല്ല പടക്കണ മത്തി തന്നേക്കാം. നല്ല മത്തിയാണ്. മത്തി എന്ന് പറഞ്ഞ സോറി അയില. ഇത് കുട്ടികളെ നല്ല പടക്കണ അയില. ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഓല് പഠിക്കൊന്നുമില്ല. മക്കളുണ്ട് ഇവിടെ കേട്ടോ. മക്കള് ചെടി നടക്കുന്ന കറിവേപ്പിലയും പിന്നെ കഞ്ഞിക്കൂർക്കലൊക്കെ വാടിയിട്ടുണ്ട്. നല്ല വെയിലല്ലേ. ഇപ്പോൾ ഒക്കെ നനച്ചെടുക്കാൻ വേണ്ടി നനക്കുന്ന കേട്ടോ. രണ്ടാളും കൂടി ഞാൻ കരുതുന്ന നനക്കട്ടെ. ഒക്കെ വാടിയിട്ട് ഇപ്പോൾ ഒരു കുപ്പിയെല്ലാം കൊടുത്ത് പോലെ കൊണ്ട് ഞാൻ നനപ്പിച്ചാൽ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനായിട്ട് ഫ്ലോറടിച്ചില്ല. ഇതിൻ്റെ ഉള്ളിൽ തിന്നാതെ കാക്കയിൽ ഇഷ്ടമില്ല.
നമുക്ക് നന്നായി വേണ്ടിട്ട് കാണാം കേട്ടോ. രണ്ടിരുന്നാടെ കഴിച്ചു. നന്നാക്കി കേൾക്കട്ടെ. കുട്ടിനെ ഇരുത്തിയാടെ ഞാൻ രണ്ടാക്കും ചുള്ളരും കൊണ്ട് വരാം. രണ്ടാൾ വെയിലൊക്കെ കളിക്കുന്ന ഇപ്പൊ വരും. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ അടിപ്പ് വരും. ആ മീൻ കക്കി കയ്യട്ടെ എത്തിട്ടാ. സൈക്കിള് വെച്ചുന്ന ഇതെന്ത് കകലച്ചു ഇരുന്നിട്ടൊക്കെ മറ്റുള്ള വെള്ളം ഒഴിച്ചെടുക്കുന്നു. നമ്മളിനി പൊരിച്ചാൻ വെക്കണം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ മീനെല്ലാം നന്നാക്കി എല്ലാം തിരുമ്പാനുള്ളതാട്ടോ. പുതപ്പെല്ലാം തിരുമ്പി കഴിഞ്ഞതിന് ശേഷമാണ് നാപ്പത്തിന് നമ്മളെ പണി കഴിഞ്ഞ് നമുക്ക് കുളിച്ചാൽ ഡ്രസ്സും കൂടി ഒഴിച്ചങ്ങിടാൻ എഴുതിയിട്ടാണ്. അപ്പൊ കുറച്ച് മീനെടുത്ത് കണ്ടി പൊരിച്ചണം. കുറച്ച് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ ആക്കി വെക്കണം. 2 ദിവസത്തിനാക്കിയിട്ട് വെക്കാറ് ഒന്നിച്ചങ്ങ് വെച്ച് കൂട്ടണ്ടല്ലോ, വെറുതെ എഴുതിയിട്ടാണ്. പിന്നെ ആവശ്യമില്ലെങ്കിൽ നമ്മളങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഞാൻ കരുതി കുറച്ചങ്ങ് വെക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. കുട്ടികൾ രണ്ടാളും തന്നെ നല്ല കളിയിലാണ് കേട്ടോ. ഒരു സൈക്കിള് കഴുകുന്നു വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിനി ഇതെല്ലാം സെറ്റൊക്കെ മസാല തേച്ചെടുക്കാനുണ്ട്, ഫ്രിഡ്ജിൽ വെക്കാനുണ്ട്. ഞാനതൊക്കെ നിങ്ങളോട് പറഞ്ഞുതരാണ്. വലിയ വോയിസിലാണ് ഇടാതിരിക്കുക കേട്ടോ. കുട്ടികളെ ഇതാ ഒച്ച ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാവും. ഞാൻ വോയിസ് കളഞ്ഞതാണ് കേട്ടോ. നല്ല അയില മീനാണ് കേട്ടോ ഒന്ന് പൊരിച്ചാനുള്ളത്. എന്തൊക്കെ എല്ലാവരും ഉച്ചക്കത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞ് അടിച്ചൊരു തുടക്കൽ മാത്രമാണ് ഉള്ളത് കേട്ടോ. ഇനിയും കൂടി നിന്നാൽ എൻ്റെ പണിയെല്ലാം കലാശിച്ചു. ഹോമിയോ മരുന്ന് കുടിച്ചിട്ടില്ല. എന്താ പറയുക ഈത്തപ്പഴം ആദ്യം ഹോമിയോ മരുന്ന് കുടിച്ചോ. ഇത് ലേറ്റ് ആയല്ലോ ചായ കുടിച്ചാൽ മറന്ന് പോകും. ഹോമിയോ മരുന്ന് കുടിച്ചാൽ നോക്കാട്ടോ. അപ്പോഴാണെങ്കിൽ മരുന്നൊക്കെ എടുത്തു. അപ്പം അത് നിച്ചോട്ട് കൊണ്ടൊന്ന് കരയുന്നുണ്ട്. എന്തിനാന്നെല്ലാം ചോദിക്കണം. കാണുന്നുണ്ടോ എൻ്റെ നാവുമ്പോൾ പല്ല് തട്ടിയിട്ട് സംസാരിക്കാനൊന്നും കഴിയുന്നില്ല കേട്ടോ. അതാണ് ഞാൻ തീരെ തിരിയാത്ത ഭാഗത്ത് ഞാൻ വോയിസ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഇന്ന് ഡോക്ടറെ പോയിട്ട് അതൊന്ന് രാഗി തരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ രാഗി തന്ന്. അപ്പോൾ പല്ലെല്ലാം റെഡിയായി. ഇപ്പൊ സംസാരിക്കാനെല്ലാം പറ്റും. വെള്ളം പിടിച്ചാലെന്ന് എഴുതിട്ടോ. ഇപ്പൊ മക്കളെ ഒന്നും ഇല്ലാതാകുമ്പോൾ അതിന്റെ വില എന്താന്ന് ശരിക്കും തിരിച്ചറിയാം. ഒരു നേരം ഒരു ദിവസം ആവുന്നുള്ളൂ. സംഭവിച്ച മുറിയായത് ശനിയാഴ്ച. അത് ഇന്നലെ ഒരു ദിവസം കൊണ്ടായിരുന്നപ്പോൾ എൻ്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. പഠിച്ചോനെ നമ്മളെ കാക്കണറപ്പേ ചെറിയ വേദന കൂടി നമുക്ക് താങ്ങുന്നില്ല. അപ്പോൾ നമ്മളെ കുട്ടികളുടെ സൈക്കിളൊക്കെ കഴുകി കൊടുക്കുന്നുണ്ടോ. ഓലത് കേട്ടോളും കുറച്ച് പിന്നാലെ മക്കളെ സൈക്കിൾ കഴുകിക്കാണ്ട് ഉള്ളിൽ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഉച്ചക്കുട്ടന് ചട്ടി ചൂടായിട്ടുണ്ട്. തണ്ണിയിൽ മസാലയും തേച്ചത് ആയാലും ചോറുന്നാണ്. കുഞ്ഞോളെ കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞി എനിക്ക് ഓൻ്റെ ആപ്പ വാങ്ങിക്കൊടുത്തു കേട്ടോ. ഉപ്പാൻ്റെ അനിയന് ഓൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്തു. എന്ത് വാങ്ങി തന്നെ പൊന്നോ? കുറേ അപ്പോൾ കേടന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഓട്ടാതെ കേടന്നതാണ്. ഓന് ഓട്ടിയിട്ട് തന്നെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വാങ്ങിക്കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പുറത്തിറക്കിയത് ഇവിടുന്നല്ല, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഇവിടെ. ആ ഇത്
അപ്പോൾ കൂട്ടുകാരെ നമ്മളിതാന്ന് ഉച്ചക്കൊക്കെ പൊരിച്ച മീനാണ് കേട്ടത്. അതേപോലെ തന്നെ നല്ല മത്തിക്കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് മുട്ടായി തിന്നുന്നേ? സ്നിക്കേഴ്സോ? ഇഷ്ടായോ? ഉണ്ടാക്കി എന്ത് മുട്ടായി എത്തി കാണിച്ചെടുത്ത കൂട്ടുകാർക്ക്? സൂപ്പറാ ഇല്ലു. നല്ല മണം. വേണ്ട വേണ്ട എൻ്റെ പൊടിച്ച് തിന്നോ. അപ്പൊ ഗൈസ് ഞങ്ങളെ പണിയെല്ലാം ഒരുങ്ങി. നിച്ചുമോൻ നിച്ചുമോൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഡ്രസ്സ് മാറ്റിയതാണ്. ഓളെയും കാണിച്ചു കൊടുക്കാനേ പറയണം. മായ ഹായ് പറ ഹായ് പറ. അപ്പൊ ഞങ്ങൾ ചോറ് തിന്നാൻ നിക്കുന്ന കേട്ടോ. അപ്പൊ ചോറെല്ലാം ഇവിടെ വിളമ്പി വെച്ചിട്ട് ഫോണ് വേണം ചോറ് തിന്നുമ്പോ. ഈ ഫോണ് വേണം എന്നാലും കണ്ടു കേട്ടോ. മീൻകറി മീൻ പൊരിച്ചാട്ടാ. മത്തിക്കറി അതിലെ പൊരിച്ചതാണ് ഇന്നത്തെ. പീടിയിൽ പോയി തന്നേട്ടാ. അതിൽ കുറുമ്പാട്ട് എന്താണ് മുട്ടായി കൊടുക്കാൻ അറിയുന്നേ. ഓളം മുട്ടായി കൊടുക്ക്. ഓളം മുട്ടായി എടുത്ത് കൊടുക്ക്. ഒന്ന് കൊടുക്ക്. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയത് കേട്ടോ. അപ്പം 4 മണിക്ക് ചായ കൂടിയാണ് നിങ്ങൾ കാണുന്നത്. ഉറങ്ങല്ലേ എണീറ്റ് മക്കൾ ചായ എടുക്കുന്നത്. എൻ്റെ വായിൽ മുറി ഉണ്ടായത് കാരണമാണ് കേട്ടോ. എനിക്ക് സൗണ്ടൊന്നും സംസാരിക്കാനൊന്നും പറ്റണില്ല. ശരിയാവായിരിക്കും 2 ദിവസം കൊണ്ട്. അപ്പോൾ ഓക്കെ ബൈ ബൈ. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം.